അവസാനം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഞാൻ പറയുന്നില്ല അത്. അപ്പം അത് അങ്ങനത്തെ ചില ഇമോജി, ഇപ്പൊ ഒരു നിയമത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആരാണ് അയാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ ഇങ്ങനത്തെ പല കേസുകളും നമ്മുടെ സൊസൈറ്റി നടക്കുന്ന സമയത്ത് പലപ്പോഴും കഴിഞ്ഞയിടെ തന്നെ ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു അധ്യാപകന് നേരെ ഒരു വിദ്യാർത്ഥി കൊടുത്തൊരു കേസിന്റെ പുറകെ അദ്ദേഹം 5 മാസമാണ് ജയിലിൽ കിടന്നത്. പക്ഷെ പിന്നീട് ഇറങ്ങിയപ്പോൾ പോലും ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നുള്ള ഒരു ഇത് കാരണം ആ കുറ്റം ചെയ്തു എന്ന് തന്നെയാണ് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. ശരിക്കും നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു കുറെ ഇങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണപ്പെട്ടിട്ട് ഒരുപാട് വ്യക്തികൾ അനുഭവിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു കഥ കേട്ടപ്പോൾ ചേട്ടൻ മനസ്സിൽ തോന്നി എന്തൊക്കെയാണ്? അല്ല, നല്ല ചോദ്യമാണ്, വളരെ കറക്റ്റ് ആണ്. കാരണം നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു രാത്രി കൊണ്ടോ ഒരു പകൽ കൊണ്ടോ മാറ്റിയെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇതേപോലുള്ള ചിന്തകൾ സമൂഹത്തിൽ നമ്മൾ ഇടുകയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ, സന്തോഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതില് വ്യക്തിപരമായി അല്പം നൊമ്പരമുള്ള ഒരാളുണ്ട്. ഈ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും സന്തോഷിക്കുകയാണ്. സംവിധായകൻ സേതുവിന്റെ സ്വന്തം അനുഭവ കഥ ഇതിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ നൊമ്പരങ്ങളും കൂടെ ഇതിനകത്തുണ്ട്. ആ വേദനയിൽ ഉൾക്കൊണ്ട് എഴുതിയ ഒരു കഥയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അക്ഷരങ്ങളില് അല്പം രക്തവും കാണാൻ കഴിയും. അത്രത്തോളം വേദനിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോ ആ സമയത്ത് അവരെല്ലാവരും അനുഭവിച്ച വേദന, വിഷമമെല്ലാം എന്നോട് പറയേണ്ടത്. അപ്പോ ആ വിഷമത്തിൽ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഈ തിരക്കഥ എഴുതിയത്. അപ്പൊ അതുകൊണ്ട് ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥയാണ്. നിയമത്തില് യഥാർത്ഥത്തിൽ ആര് തെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ശിക്ഷിക്കപ്പെടണം. അല്ലാതെ നമുക്ക് കേട്ടിട്ട് ഉടൻ തന്നെ അത് ഇയാളായിരിക്കും, അത് അയാളായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തരുത് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പൊ നിയമത്തിന്റെ കാര്യത്തിൽ ഇതേപോലുള്ള കാര്യത്തിലൊക്കെ നമ്മൾ കുറെ ചിന്തകൾ, കാലത്തിന് അനുസരിച്ചുള്ള കുറെ മാറ്റങ്ങൾ നമ്മുടെ നിയമത്തിൽ വരണം എന്നുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതാണ് ഈ ചോദ്യം. ഇതേപോലുള്ള ചോദ്യങ്ങൾ ഉയർന്നാൽ ആഭ്യന്തര കുറ്റവാളി അതിന്റെ ആ ലക്ഷ്യത്തിലെത്തിയെന്ന് നമുക്ക് സന്തോഷിക്കാം. ഇരുന്ന് കാണുമ്പോൾ പല ഡയലോഗ്സിന് കിട്ടുന്ന കയ്യടിയാണ് ഈ സിനിമയുടെ ഒരു പ്രസക്തി. ഈ സമയത്തെ ഈ സിനിമയുടെ ഒരു പ്രസക്തി ഞങ്ങൾക്ക് മനസ്സിലായത്. അത് ശരിക്കും എനിക്കൊന്ന് സേതു പേഴ്സണലി കളക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിനെ റെപ്രസെന്റ് ചെയ്ത് എഴുതിയ ഡയലോഗ്സിന്റെയും കൂടെ ഒരു പ്രത്യേകതയായിരിക്കും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.